ഹലോ ഹായ് എല്ലാവർക്കും ലെന്നോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലെ ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം എന്താണ്, ഡെയിലി ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇടുന്ന ഒരു ചാനലാണ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത്. ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിന്ന് പ്രധാന ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം വരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 1-നാണ്. അപ്പോൾ റെയിൽവേയിലെ വിവിധ ലെവൽ 1 തസ്തികകളിലെ നിയമനങ്ങൾക്കായുള്ള റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനം ഒഴിവുകളുടെ എണ്ണം കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ ഒന്നാണ്. കാര്യം എത്ര ഒഴിവുകളാണ്? ദക്ഷിണ റെയിൽവേ ഉൾപ്പെടെയുള്ള വിവിധ സോണുകളിലായിട്ട് 32,438 ഒഴിവുകളിലേക്കാണ് RRB അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 32,438 വാക്കൻസീസ് ആണുള്ളത്. മുൻപത്തെ ഗ്രൂപ്പ് ഡി വിഭാഗം തസ്തികകളാണ് ലെവൽ 1 തസ്തികകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ ലെവൽ 1 റോളുകൾ എന്ന് പറയുമ്പോൾ ട്രാക്ക് മെയിൻറ്റെയിനർ വരുന്നുണ്ട്, ഹെൽപ്പർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് വരുന്നുണ്ട്, പോയിന്റ്സ്മാൻ വരുന്നുണ്ട്, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് വരുന്നുണ്ട്, അസിസ്റ്റന്റ് ഓപ്പറേറ്റർ, മറ്റ് ലെവൽ 1 റോളുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വാക്കൻസികളിലേക്കാണ് മാർച്ച് 1 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. ട്രാക്ക് മെയിൻറ്റെയിനർ ഗ്രേഡ് 4 വിഭാഗത്തിൽ മാത്രം 13,187 ഒഴിവുകളാണുള്ളത്. ട്രാക്ക് മെയിൻറ്റെയിനർ മാത്രം. ഓക്കെ, അപ്പോൾ ഈ 32,438 ഒഴിവുകളാണ് ടോട്ടൽ എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് ട്രാക്ക് മെയിൻറ്റെയിനറിലാണ്. 13,187 ഒഴിവുകളാണുള്ളത്. അപ്പോൾ നമ്മൾ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എത്ര വാക്കൻസീസ് ആണ്, ഏതൊക്കെ പോസ്റ്റുകളാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയുള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ചിട്ടാണ് പറയുന്നത്. To apply for the RRB Group D exam, candidates must be between 18 and 36 years old എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പുതിയ വിജ്ഞാപന പ്രകാരം 18 മുതൽ 36 വയസ്സ് വരെയാണ് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി. അതുപോലെ തന്നെ എന്താണ്, they must have passes class 10th or ITI or equivalent or National Apprenticeship Certificate NAC granted by NCVT. അതായത് 10ാം ക്ലാസ് ITI അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ NCVT നൽകുന്ന NAC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഉള്ളവർക്ക് മാത്രമാണ് ഇതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 18 to 36 ഏജ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ITI ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് NCVT പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് NAC സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു ക്ലാസ് എടുത്തപ്പോൾ ഒരു ഡൗട്ട് വരുന്നത് കണ്ടു, ഇതെല്ലാം വേണോ എന്നുള്ള ഡൗട്ട്. ഇവിടെ നോക്കിക്കേ, ഓറാണ്. ക്ലാസ് 10th ഓർ ITI ഓർ ഇക്വാലന്റ് ഓർ NAC ഗ്രാൻഡഡ് ബൈ NCVT. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് പറയുന്നത്. ആൻഡ് ആകുമ്പോൾ നമുക്ക് എല്ലാം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ മിനിമം ക്ലാസ് 10th മതിയായിരിക്കും അല്ലേ ഏതിനാവാൻ വേണ്ടിയിട്ട്. RRB ലെവൽ 1 എക്സാമിന് അപ്ലൈ ചെയ്യാൻ മിനിമം ക്ലാസ് 10th ആണ്. ITI ഉണ്ടെങ്കിൽ നല്ലത്, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. NCVT പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. ഇനി the vacancies are distributed across various zones including Mumbai, Jaipur, Hubli, Jabalpur, Bhubaneswar, Bilaspur, Delhi, ചെന്നൈയിലുണ്ട്, ഗോരഖ്പൂർ, ഗുവാഹട്ടി, കൊൽക്കത്ത ആൻഡ് മോർ. സോ ഇവിടേക്കാണ് വാക്കൻസീസ് വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ്, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ്, എങ്ങനെയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി തെരഞ്ഞെടുപ്പ് പ്രക്രിയ 4 ഘട്ടങ്ങളായിട്ടാണുള്ളത് അല്ലെ. 4 ഘട്ടങ്ങളാണ്. ദ സെലക്ഷൻ പ്രോസസ് ഫോർ ദ RRB ഗ്രൂപ്പ് ഡി എക്സാംസ് ഇൻക്ലൂഡ്സ് CBT, PET, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ അല്ലേ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ആദ്യത്തെ, കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റ്, അതാണ് CBT. PET എന്താണ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. മൂന്നാമത്തെ എന്താണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് ഫൈനലി ദ മെഡിക്കൽ എക്സാമിനേഷൻ. അങ്ങനെ 4 ഘട്ടങ്ങളിലൂടെയാണ് ഇത് RRB ഗ്രൂപ്പ് ഡിയുടെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പം 4 ഘട്ടങ്ങളിലാണെന്ന് പറഞ്ഞു. അതിൻ്റെ പാറ്റേൺ എന്താണ്, പരീക്ഷയുടെ പാറ്റേൺ എന്താണ്? 100 ചോദ്യങ്ങളുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് RRB നടത്തുന്നത്. അപ്പോൾ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സമയം എത്രയാണ്? 90 മിനിറ്റ് ആണ് അല്ലെ, 1.5 മണിക്കൂറാണ് സമയം എന്ന് പറയുന്നത്. അതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഓരോ തെറ്റുത്തരത്തിനും 0.33 ഇത്രയും മാർക്കാണ് നഷ്ടമാകുന്നത്. നെഗറ്റീവ് മാർക്ക് 0.33 ആണ്. അപ്പോൾ ടോട്ടൽ വന്നിട്ട് 100 ചോദ്യങ്ങൾ, 90 മിനിറ്റ്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഓരോ തെറ്റുത്തരത്തിനും 0.33 മാർക്കാണ് കുറയാൻ പോകുന്നത്.
100 ചോദ്യങ്ങളും 90 മിനിറ്റുമാണുള്ളത്. അപ്പോൾ പരീക്ഷാ സമയത്തും സമയത്തെക്കുറിച്ച് നല്ല ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ. പരീക്ഷയ്ക്കിടയിൽ ഒരു ചോദ്യം തന്നെ കൂടുതൽ സമയം ചെലവഴിക്കാൻ പാടുള്ളതല്ല. തന്നിരിക്കുന്ന ചോദ്യത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ എലിമിനേഷൻ സാധ്യമെങ്കിൽ അതിന് ശ്രമിക്കുക. പക്ഷെ തീർത്തും ധാരണയില്ലാത്ത വിവരമാണെങ്കിൽ ആ ചോദ്യം ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്ക് ധാരണയില്ലാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കുന്നത് നെഗറ്റീവ് മാർക്കുകൾ തടയാനായിട്ട് സഹായിക്കും. അപ്പം നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ച് പറഞ്ഞു, RRB ഗ്രൂപ്പ് ഡി എക്സാമിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരീക്ഷയുടെ പാറ്റേൺ പറഞ്ഞു, സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞു അല്ലേ. ഇനി സബ്ജക്റ്റ് വൈസ് ആയിട്ട് മാർക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു 100 ചോദ്യങ്ങളാണ്, ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് വരുന്നത്. അപ്പോൾ 4 സബ്ജക്റ്റുകളാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് ഒന്നും കൂടി പറയുന്നത് മാത്രം. 4 സബ്ജക്റ്റാണ്: ജനറൽ സയൻസ്, മാത്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് അതിൽ വരുന്നത്. ജനറൽ സയൻസിൽ 25 മാർക്കാണ്, അതായത് 25 ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ് എന്ന് ചോദിക്കും. മാത്സിൽ 25ആണ്, അപ്പോൾ ടോട്ടൽ 50ആയി. 30 ക്വസ്റ്റ്യൻസ് വന്നിട്ട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്നാണ്. അപ്പോൾ 50, 50, 30, 80 ക്വസ്റ്റ്യൻസ് ആയി. ബാക്കി വരുന്ന 20 ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ അവയർനെസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 30 മാർക്കുള്ള ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്നാണ്. തൊട്ട് പിന്നാലെ തന്നെ ആരുണ്ട്? ജനറൽ സയൻസും ഉണ്ട്, അതുപോലെ തന്നെ മാത്സും ഉണ്ട്. ഏറ്റവും കുറവ് 20 എണ്ണേ വന്നിട്ടുള്ളൂ. 20 എണ്ണം വന്നിട്ടുള്ളത് ജനറൽ അവയർനെസ് ആണ്. 40% ആണ് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക്. പൊതുവേ പറയാനുള്ളത് 40% ആണ്. ഇനി അത് കൂടാനും ചാൻസ് ഉണ്ട്, കുറയാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പൊതുവേ പറയാനുള്ളത് 40% മാർക്ക് വേണം ഇത് പാസ്സാവാൻ എന്നുള്ളതാണ്. ജനറൽ സയൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ സയൻസ് പാഠപുസ്തകങ്ങളുണ്ടല്ലോ, അത് ആധാരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ മേഖലയിൽ ചോദിക്കുന്നത്. മനഃപ്പാഠമാകുന്നതിന് പകരം ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് കുറിപ്പുകൾ തയ്യാറാക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പമാവുക കേട്ടോ. ജനറൽ സയൻസ് പഠിക്കുമ്പോൾ പഠിച്ച ഭാഗങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനും ഇത് സഹായിക്കും. ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ പുനഃപരിശോധിക്കാൻ സമയം നീക്കിവെക്കുക. പരീക്ഷാ മാതൃക പരിചയപ്പെടാൻ മുൻവർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിശീലിക്കുക. മോക്ക് ടെസ്റ്റ് നടത്തുക. കാര്യം CBT എക്സാം ആണ്, അപ്പോൾ മോക്ക് ടെസ്റ്റ് എത്ര ചെയ്യുന്നു നിങ്ങൾക്ക് അത്രയും അത് ഉപകരിക്കും. ഇനി മാത്സിലേക്ക് വരികയാണെങ്കിൽ സൂത്രവാക്യങ്ങളും ആശയങ്ങളും നന്നായി മനസ്സിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ കാര്യക്ഷമമായി പരിഹരിക്കാനുള്ള കുറുക്ക് വഴികൾ പഠിക്കണം. ആത്മവിശ്വാസം വളർത്താൻ ദിവസവും എന്താണ് മാത്സിൽ ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. അതാണ് മോക്ക് ടെസ്റ്റ് കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ് മാത്സിലും പറയാനുള്ളത്. ഇനി അടുത്തത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്. ഇതിൽ പസിൽസ് കൂടുതൽ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അടിസ്ഥാനരഹിതമായ അനുമാനങ്ങളോ വിധിന്യായങ്ങളോ നടത്താതെ തന്നിരിക്കുന്ന ഡേറ്റയെ അടിസ്ഥാനമാക്കി മാത്രം ചോദ്യങ്ങൾ പരിഹരിക്കാൻ ശീലിക്കുക. ഉത്തരങ്ങൾ ഊഹിച്ച് കണ്ടെത്താതിരിക്കുക. നമുക്കറിയാലോ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ വരിക ഡയറക്ഷൻസ്, ആൽഫബറ്റ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ 3D രൂപത്തിലൊക്കെ എങ്ങനെയാണ് അത് പിക്ചറൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഡൈസിൻ്റെ ക്വസ്റ്റ്യൻസ്, പേപ്പർ ഫോൾഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കാര്യം, ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഈ ഒരു ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലാണ്. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ അതിലേക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അല്ലേ. അവസാനത്തെ എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ സയൻസ്, ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, അങ്ങനെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ തുടങ്ങി മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം ഈ വിഷയത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചരിത്ര പാഠഭാഗങ്ങളെ ഒരു കഥയായി മനസ്സിലാക്കിയാൽ പഠിക്കാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പ്രധാന വിഷയങ്ങളിൽ കുറിപ്പുകൾ തയ്യാറാക്കുക, അവ ഓർമ്മയിൽ നിലനിർത്താൻ പതിവായിട്ട് റിവിഷൻ ചെയ്യുക. പത്രവായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡെയിലി നമ്മൾ പത്രം വായിച്ചിട്ട് കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനൽ ലേണിൻ്റെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്ന് കാണുക. ഓക്കെ, കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിൽ ജനറൽ അവയർനെസ്സിൽ ചോദിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയാണ് സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള മാർക്കുകൾ എങ്ങനെയാണ്. ജനറൽ സയൻസിന് 25, മാത്സിന് 25, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 30, ജനറൽ അവയർനെസ്സിന് 20. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ ഒന്നും കൂടി പറയാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 23 ജനുവരി 2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 22 വരെ ആയിരുന്നു കേട്ടോ. അതിപ്പോൾ മാർച്ച് 1 വരെ നീട്ടിയിട്ടുണ്ട്. ഫീ പേയ്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 3, 2025 ആണ്. അതുവരെ നിൽക്കേണ്ട ഇപ്പം തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക അല്ലേ. കറക്ഷൻ ഡേറ്റ് 4/13 മാർച്ച് 2025 ആണ്. ഈ RRBയുടെ ഒരു പ്രശ്നം വെച്ചാൽ ലാസ്റ്റ് ഡേറ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ ഇപ്പം തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യാം. ഫെബ്രുവരി 22 വരെ ആയിരുന്നു, അതിപ്പോൾ മാർച്ച് 1 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ വേഗം പോയി അപ്ലൈ ചെയ്യുക. അവസാനമായിട്ട് ഒരു ഗ്രൂപ്പ് ഡി എക്സാമിന്, RRB ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഷോർട്ട് കട്ട് മെത്തേഡുകൾ കണ്ടുപിടിക്കുക. ലേൺ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഫോർ സോൾവിംഗ് ക്വസ്റ്റ്യൻസ്. അണ്ടർസ്റ്റാൻഡ് ദ ഫോർമുലാസ് ആൻഡ് കൺസെപ്റ്റ്സ്. അറ്റംപ്റ്റ് മോക്ക് ടെസ്റ്റ് ഡെയിലി. ഐഡൻറ്റിഫൈ യുവർ വീക്ക്നെസ് ആൻഡ് വർക്ക് ടുവാർഡ്സ് ഇംപ്രൂവിംഗ് ദോസ് ഏരിയാസ്.
So all the very best for your examination. Thank you. Thanks for your time. Bye.